മാവൂർ ഗോളിയോളൻസ്. അത്ര മനോഹരമായ പ്രദേശമാണ്. ഒരു കാലഘട്ടം എന്ന് പറയുന്നത് രാപ്പകലിൻ്റെ ആളുകൾ രാവും പകലും അതായത് പൂർണ്ണ നിലാവുദിച്ചു എന്ന പോലെ എല്ലാ ഘട്ടങ്ങളിലും വെളിച്ചമായി ആ വെളിച്ചത്തിലൂടെ നടന്നു പോകുന്ന മനുഷ്യർ, അതിലൂടെ കടന്നു വരുന്ന വാഹനങ്ങൾ, അവിടുന്ന് തിരിച്ചു പോകുന്ന വാഹനങ്ങൾ, തുറന്നു കിടക്കുന്ന കടകൾ, കൂട്ടാതെ ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഹോട്ടലുകൾ, ഇതെല്ലാമായിരുന്നു നമ്മൾ ഈ നമ്മൾ മാവൂർ. ആ മാവൂരിൻ്റെ ഒരു ശ്മശാന മോചനീയ നേരത്തെ വളപ്പിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളികൾ, നമ്മുടെ ക്ഷേത്രങ്ങൾ, നമ്മുടെ കെട്ടിടങ്ങൾ, നമ്മുടെ എല്ലാം എന്താ പറയുക മാറ്റി വെച്ചുകൊണ്ടാണ് ഒരു വ്യവസായത്തിന് വേണ്ടി ഒരു അവസരം ഗവൺമെൻറ് ഉണ്ടാക്കി. പക്ഷേ അത് വേണ്ടത്ര മുന്നോട്ട് പോകാത്ത ഘട്ടത്തിൽ 2002 മുതൽ തടഞ്ഞു കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആദ്യമായി നമ്മുടെ ഇവിടെ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ ഒന്നാമതായി ചേർത്ത കാര്യം മാവൂർ ഗോളിയോളൻസിലെ ഗ്രാസിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ ഒരു പ്രോജക്റ്റ്, അതായത് പഠിക്കാനും അത് മാത്രമല്ല പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്ലേസ്മെൻറ്റും എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ആളുകൾ, നമ്മുടെ കുട്ടികൾ ഈ ദേശങ്ങളിലേക്ക്, അതായത് രാജ്യം വിട്ടു പോവുകയാണ്. രാജ്യം വിട്ടുപോയി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് അവർ സ്വാഭാവികമായി കിട്ടുന്ന പാർട്ട് ടൈം ജോലി കൊണ്ട് സംതൃപ്തരാകുകയും അതിലൂടെ അവർ ഉപജീവനം നടത്തുകയും പഠിക്കുകയും പാസ്സാകുകയും പിന്നീട് അവിടെ തന്നെ ഭൂമി വാങ്ങി വീട് വെക്കുകയും ചെയ്യുന്ന ഒരു ദുരവസ്ഥയുണ്ട്. അത് സത്യമാണ്. അത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. നമുക്കിവിടെ അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകാൻ, ഏറ്റവും ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം അവർക്ക് പ്ലേസ്മെൻറ്റും ഉണ്ടാകണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അഭിനന്ദനായ വ്യവസായ മന്ത്രിയുടെയും മുമ്പാകെ ഈ വിഷയം ഞാൻ നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടത് രണ്ടുപേരും വളരെ സസന്തോഷമാണ് അതിനെ എതിരേറ്റത്. മാത്രമല്ല അതിന് മറുപടി പറഞ്ഞു. എന്തായിരുന്നാലും നമ്മുടെ മാവൂർ ഗോളിയോളൻസിൻ്റെ ഒരു പരാമർശം അഭിനന്ദനായ മന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഈ ബഡ്ജറ്റിനകത്ത് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാകണം എന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത്. നമ്മളെല്ലാവരും ചേർന്ന് ഒറ്റ പരാമർശം, ആ പരാമർശത്തിലൂടെ നമുക്ക് പോകണം. നമ്മൾ തർക്കത്തിലില്ല, ആരോഗ്യ യുദ്ധത്തിലില്ല. നമ്മൾ പരസ്പരം സഹകരിച്ചും ഉപയോഗിച്ച് ചർച്ചയിലൂടെയും ആര് വന്നാലും ശരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട് വെളിച്ചം ഉണ്ടാകണം, ഈ നാട് നന്നാകണം. അതാണ് നമ്മുടെ ആഗ്രഹം. അതാണ് പ്രധാനമായും നമ്മുടെ മുമ്പിലുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളും നമ്മുടെ ഗവൺമെൻറ് മുമ്പാകെയും MLA മുമ്പാകെയും മന്ത്രി മുമ്പാകെയും ഒക്കെ എല്ലാം ഒറ്റയടിക്ക് തീർക്കാൻ കഴിയും എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇടപെടുന്ന ഒരു സാധാരണ പ്രവർത്തകൻ എന്നതാണ്. ഈ ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് CH സെൻ്റർ നൽകാൻ അഫ്സത്ത് ഡോക്ടറും കുടുംബവും തയ്യാറായി. അത് നമുക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് പിന്നെ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാം. അടുത്ത പക്ഷേ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റോടെ 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ട് ഒരു കല്ല് പോലും അവിടെ വെച്ചില്ല എന്ന് പറയുന്ന സങ്കടം തീർക്കാൻ ഐക്യജനാധിപത്യ മുന്നണി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിളിച്ചപ്പോൾ പ്രസിഡന്റിനെയും അതുപോലെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഭരണസമിതി അംഗങ്ങളെ വിളിച്ച് UDF നേതൃത്വം ഞങ്ങൾ പറഞ്ഞു, ആദ്യം നിങ്ങൾ എടുക്കേണ്ട പ്രോജക്റ്റ് തെങ്ങിലക്കടവിലെ ക്യാൻസർ സെൻ്റർ ആകണം എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനൊരു സബ് കമ്മിറ്റി വെച്ചിട്ട് മെഡിക്കൽ കോളേജിലെ ക്യാൻസറിൻ്റെ പ്രൊഫസർ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റായ ഡോക്ടർ അജയ് കുമാറിൻ്റെ നേതൃത്വത്തിൽ സമഗ്രമായ ഒരു പഠനം നടത്തി നാളെ ഇതിൻ്റെ യോഗം നടക്കുന്നുണ്ട്. മറ്റന്നാൾ MLAയുടെ സാന്നിധ്യത്തിൽ രാവിലെ 9 മണിക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്നത്. തീർച്ചയായും ആ എന്താ പറയുക, ഇവർ മറന്നുപോയ അല്ലെങ്കിൽ ഇവർ വേണ്ട എന്ന് വെച്ച ആ നമ്മുടെ തെങ്ങിലക്കടവിലെ ക്യാൻസർ സെൻ്റർ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി തുറന്നു പ്രവർത്തിക്കുകയും ഞങ്ങൾ മുമ്പത്തിയിലുണ്ടാകും എന്ന് സൂചിപ്പിക്കുക. നമ്മുടെ ചെറുപ്പ ഹെൽത്ത് സെൻ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി 9ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അതുപോലെ തന്നെ മറ്റുള്ളവരുടെയും ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആരോഗ്യ രംഗത്ത് നമ്മൾ വിലപ്പെട്ട സംഭാവനകൾ നൽകാൻ നമ്മുടെ കേരളത്തിൽ പ്രഗത്ഭനായ ഒരു ആരോഗ്യമന്ത്രി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ മാവൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് അതുപോലെ ബന്ധപ്പെട്ടവരും വന്ന് ഈ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഉണ്ടല്ലോ, ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് അത് എങ്ങനെ പോകണം എന്നുള്ളതനുസരിച്ച് അന്ന് ഒരു തീരുമാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഞങ്ങൾ അതത് സമയങ്ങളിൽ ഇടപെടും. പോരായ്മകളുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഞങ്ങളാകുന്ന ജനപ്രതിനിധികളെ കൊണ്ട് UDFിൻ്റെ പ്രവർത്തകന്മാർക്ക് തലകുനിക്കേണ്ടി വരില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്.
Invest your sleep on right mattress. 4-Wish Mattress. Kadodi Gold and Diamonds, Mavur, Puvattuparambur.